നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF സർക്കാരിൽ മുസ്ലിം ലീഗിന് അനുവദിച്ച 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ച സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ നിന്നും 2.5 വർഷം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മണ്ണാർക്കാടിന്റെ വികസന നായകൻ ഇനി മന്ത്രി. N ഷംസുദ്ദീന്റെ മന്ത്രി പദവിയിൽ മനം നിറഞ്ഞ നാടും നാട്ടുകാരും. തിരുവിഴാംകുന്ന് മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. കൃഷിനാശവും വ്യാപകം. ഭീതിയൊഴിയാതെ നാട്ടുകാർ. ഇന്ധനവില വർധനവിനെതിരെ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി പ്രവർത്തകർ. നാടിനഭിമാനമായി 5 വിദ്യാർത്ഥികൾ. വീണ് കിട്ടിയ സ്വർണ്ണാഭരണം ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ ഉടമയെ തിരികെ ഏൽപ്പിച്ച് വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. UDF സർക്കാരിൽ മുസ്ലിം ലീഗിന് അനുവദിച്ച 5 മന്ത്രിമാരെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, EV ഗഫൂർ എന്നിവരെയാണ് പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും 2.5 വർഷം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഉണ്ടാകുമെന്നും പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടിയ 5 സീറ്റുകളിലേക്കുള്ള 5 മന്ത്രിമാരെ മുസ്ലിം ലീഗിന് UDF അനുവദിച്ചിട്ടുണ്ട്. ആ 5 മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അത് ഞാനിവിടെ പറയുകയാണ്. അതായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധികൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. മലയോര മേഖലയായ മണ്ണാർക്കാടിന്റെ വികസന കുതിപ്പിന് തുടക്കമിട്ട N ഷംസുദ്ദീന്റെ മന്ത്രി പദവിയിൽ മനം നിറഞ്ഞ നാടും നാട്ടുകാരും. വികസനത്തിൽ ഉൾപ്പെടെ ഇനി മുതൽ മണ്ഡലം മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. 2011 മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധിയാകുമ്പോഴുള്ള മണ്ണാർക്കാടല്ല ഇന്നുള്ളത്. 15 വർഷം കൊണ്ട് മണ്ണാർക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ N ഷംസുദ്ദീന് കഴിഞ്ഞു. റബ്ബറൈസ്ഡ് റോഡുകൾ, നവീകരിച്ച ഗ്രാമീണ റോഡുകൾ, പുതിയ പാലങ്ങൾ, തൂക്കുപാലം, ആശുപത്രി കെട്ടിടം, സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂളുകൾക്ക് ബസ്സുകൾ, കമ്പ്യൂട്ടറുകൾ, പാചകപ്പുരകൾ, ശുദ്ധജല പദ്ധതികൾ, കളിസ്ഥലങ്ങൾ തുടങ്ങി ഒട്ടേറെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. നിയമസഭയിലേക്കുള്ള കന്യാംഗത്തിൽ തന്നെ വിജയിച്ച ഷംസുദ്ദീൻ മണ്ണാർക്കാട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ചു. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് അനുവദിച്ചതായിരുന്നു വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. മണ്ണാർക്കാടിന് വീർപ്പുമുട്ടിച്ചിരുന്ന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി കുന്തിപ്പുഴ പഴയ പാലത്തിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കുകയും മണ്ണാർക്കാട് MES കോളേജ് വരെ റോഡ് വീതി കൂട്ടുകയും ചെയ്തു. ഇത് മണ്ണാർക്കാട് നഗര വികസനത്തിന് നാന്ദി കുറിച്ചു. ഗതാഗതക്കുരുക്കിൽ ഞെരിഞ്ഞമർന്നിരുന്ന മണ്ണാർക്കാട് നഗരത്തിലൂടെ സുഗമമായി യാത്ര ചെയ്യാനാവുന്ന സ്ഥിതിയായി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച റോഡ് നവീകരണം പൂർത്തിയായതോടെ ഗതാഗതക്കുരുക്കിൽ നിന്ന് മോചനമായി. മണ്ഡലത്തിന്റെ വികസനത്തിനൊപ്പം നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും കാര്യമായ ശ്രദ്ധ ചെലുത്തി. തിരൂർ സ്വദേശിയായ ഷംസുദ്ദീൻ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മണ്ണാർക്കാടുകാരുടെ സ്വന്തമായി. ഇരു മുന്നണികളെയും മാറി മാറി പിന്തുണയ്ക്കുന്ന ചരിത്രമുള്ള മണ്ണാർക്കാട് മണ്ഡലത്തെ തുടർച്ചയായി 4ാം തവണയും UDFനൊപ്പം നിർത്തി ചരിത്രം തിരുത്തി. മണ്ഡലത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടാണ് ഈ മാറ്റത്തിന്റെ അടിത്തറ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏതാവശ്യത്തിനും MLAയെ സമീപിക്കാനാവുമെന്നത് ഷംസുദ്ദീനെ ജനകീയനാക്കി. മണ്ഡലത്തിൽ മാത്രമല്ല നിയമസഭയിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടി. ഈ വിജയത്തിനുള്ള അംഗീകാരമായാണ് മന്ത്രി പദവി. MLA ആയിരുന്നതിന്റെ 10 മടങ്ങ് വികസനം മന്ത്രി എന്ന നിലയിൽ സാധ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മണ്ണാർക്കാട്ടുകാർ. തിരുവിഴാംകുന്ന്, കച്ചേരിപ്പറമ്പ്, കണ്ടമംഗലം ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം. സൈലന്റ് വനമേഖലയിൽ നിന്നും എത്തുന്ന ആനകൾ പാണക്കാടൻ റിസർവിൽ നിലയുറപ്പിച്ച ശേഷമാണ് സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. വനം വകുപ്പ് ഒരു വശത്തു നിന്നും കാട് കയറ്റുമ്പോൾ മറുവശം വഴി നാട്ടിലേക്കിറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. തിരുവിഴാംകുന്ന്, കരടിയോട്, കച്ചേരിപ്പറമ്പ്, കണ്ടമംഗലം ഭാഗങ്ങളിലാണ് കാട്ടാന ശല്യം നേരിടുന്നത്. സൈലന്റ് വനമേഖലയിൽ നിന്നും എത്തുന്ന ആനകൾ പാണക്കാടൻ റിസർവിൽ നിലയുറപ്പിച്ച ശേഷമാണ് സമീപത്തെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. തെങ്ങ്, കവുങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള വിളകൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ പാണക്കാടൻ റിസർവിൽ പള്ളാട് ഭാഗത്ത് തമ്പടിച്ച കാട്ടാനയെ കഴിഞ്ഞ ദിവസം വനപാലകരും RRTയും ചേർന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു. മണ്ണാർക്കാട് DFO C അബ്ദുൽ ലത്തീഫിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ
ഇമ്രോസ് ഏലിയാസ് നവാസ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് ദൗത്യം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ പള്ളാട് ഭാഗത്ത് നിന്നാണ് കാട്ടാനകളെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് നേർച്ചപ്പാറ ഭാഗത്ത് വെച്ച് കണ്ടെത്തിയ കാട്ടുകൊമ്പനെ പടക്കം പൊട്ടിച്ചും പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചും മേലേക്കളം ബഫർ സോണിലേക്ക് കയറ്റിവിട്ടു. എന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ ആനകൾ വീണ്ടും ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഇന്ധനവില വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണയും നടത്തി. കേരള ജനതയുടെ പ്രതിഷേധം. കേരള ജനതയുടെ പ്രതിഷേധം. നിഷേധിക്കുക നാട്ടാരെ. നിഷേധിക്കുക നാട്ടാരെ. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ET ഉമ്മർ, KR നാരായണസ്വാമി, ജിതേഷ് മോഴിക്കുന്നം, ഉമ്മർ കിഴായൂർ, സെയ്ദ് കോടനാട്, K ദാവൂദ് ഹാജി, KV കബീർ, EP യൂസഫ്, അഷ്റഫ് കോഴിക്കോട്ടിരി, K ബഷീർ, CP ബാബു, UA ലത്തീഫ്, TT സലീം, K മാളുകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന് കാരണമായ കാര്യങ്ങൾ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. 3-4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നീങ്ങിയതോടുകൂടി തന്നെ നമ്മുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച പോലെ തന്നെ മോദി സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കയറ്റിയിരിക്കുകയാണ്. പാചകവാതകത്തിന് 1000-ഓളം രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുക, ഇനിയും വർദ്ധിപ്പിക്കുമെന്നുള്ള രൂപത്തിലാണ് ആ സർക്കാർ നിൽക്കുന്നത്. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചാൽ അത് കാർ ഓടിക്കുന്നവരെ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന അവസ്ഥയാണ് ഉള്ളത്. വീണ് കിട്ടിയ അരപ്പവൻ സ്വർണ്ണാഭരണം നിരവധി കടമ്പകൾ കടന്ന് ഉടമയെ തേടി തിരിച്ചേൽപ്പിച്ച 5 വിദ്യാർത്ഥികൾ. ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം. ആഭരണത്തിന്റെ യഥാർത്ഥ ഉടമയെ എങ്ങനെ കണ്ടെത്തുമെന്നതായിരുന്നു ഇവരുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധിയായി നിന്നിരുന്നത്. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ജയചന്ദ്രൻ ചെത്തല്ലൂരിന്റെ ഇടപെടൽ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഇവർക്ക് സഹായമായി. മിഥുനും നിവേദും സംഗീതം സുജിത്തും ശ്രീരാഗും ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തെക്കുമുറി വളം ഡിപ്പോ റോഡിൽ ചോലയിൽ പടയിൽ നിന്നും ബ്രേസ്ലെറ്റ് ലഭിച്ചത്. സ്വർണം തന്നെയാണോ എന്ന് ആ സമയം അറിയില്ലായിരുന്നെന്ന് നിവേദ് പറഞ്ഞു. കളി കഴിഞ്ഞ് വരുമ്പോ ഞങ്ങക്ക് അടുത്തൊരു വീട്ടിന്റെ മുമ്പിന്ന് ഒരു സ്വർണ്ണാഭരണം കിട്ടി. ഞങ്ങൾക്ക് ആദ്യം ഇത് സ്വർണ്ണാന്ന് മനസ്സിലായില്ല. അപ്പൊ അടുത്തുള്ള എന്റെ വലിയച്ഛനാണ് മാഷ്. അപ്പൊ അവർക്ക് കൊണ്ടേ കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് യഥാർത്ഥ ആൾക്ക് കൊടുക്കാൻ സാധിച്ചു. ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് കരുതി അടുത്തുള്ള വീട്ടിൽ വിവരം പറഞ്ഞ് ആഭരണം ഏൽപ്പിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉടമ എത്താതായതോടെ അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ കുട്ടികൾ വിവരം അറിയിച്ചു. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരം പങ്കുവച്ചതോടെ 16 പേർ സ്വർണം പോയിരുന്നതായി അറിയിച്ചു. ബ്രേസ്ലെറ്റ് പോയതായി 2 പേർ അറിയിച്ചതോടെ ബില്ലുൾപ്പെടെയുള്ള തെളിവുകൾ മുൻനിർത്തി പോലീസിന്റെ സഹായത്തോടെയാണ് ഉടമയെ കണ്ടെത്തിയതെന്ന് ജയചന്ദ്രൻ ചെത്തല്ലൂർ പറഞ്ഞു. 16 ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത്. ഓരോരുത്തരും കാതിലത്ത് പോയി, അല്ലെങ്കിൽ കയ്യിൽ വള പോയി, പാദസരം പോയി, ബ്രേസ്ലെറ്റ് പോയി വിളിച്ചിരുന്നു. ഇതിൽ ബ്രേസ്ലെറ്റ് എന്നുള്ള സങ്കല്പത്തിൽ 2 പേരാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പൊ പോലീസ് SI പറഞ്ഞത് അവരുടെ ബില്ല് വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2 പേരുടെയും ബില്ല് വാങ്ങുകയും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ സഫ ജ്വല്ലറി പോയി നോക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് യഥാർത്ഥ ബില്ല് കിട്ടിയത്. അങ്ങനെ യഥാർത്ഥ ഈ സ്വർണം പോയ ആളെ യഥാർത്ഥ ബില്ല് കിട്ടുകയും അവർക്കത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രദേശവാസിയായ ഗോപകുമാറിന്റെ മകൾ ഗൗതമിയുടേതായിരുന്നു ആഭരണം. വാർഡംഗം അബ്ദുൾ മജീദിന്റെ സാന്നിധ്യത്തിൽ ഗോപകുമാറിനും മകൾ ഗൗതമിക്കും ആഭരണം കൈമാറി. നാടിന് അഭിമാനമാണ് ഈ കുട്ടികളെന്ന് അബ്ദുൾ മജീദ് പറഞ്ഞു. ഈ നിൽക്കുന്ന കുട്ടികൾക്കാണ് സ്വർണ്ണാഭരണം ലഭിച്ചത്. ആ സ്വർണ്ണാഭരണം ലഭിച്ചപ്പോൾ ഉടൻ തന്നെ എൻ്റെ സുഹൃത്തായ ജയേന്ദ്ര മാഷെ അത് കൊടുന്ന് ഏൽപ്പിക്കുകയും
അദ്ദേഹം എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട കുട്ടിക്ക് അത് കൈമാറുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും ഒതുങ്ങുന്നൊരു പ്രവർത്തനമാണ് നമ്മുടെ യുവ കുട്ടികൾ ചെയ്ത് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഗോപകുമാറും മകളും കാമ്പുറത്തേക്ക് പോകും വഴിയാണ് ആഭരണം നഷ്ടപ്പെട്ടത്. ഒരുപാട് ദിവസം തിരച്ചിൽ നടത്തി. പിന്നീട് ജയചന്ദ്രൻ ചെത്തലൂരിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആഭരണം കണ്ടെത്താൻ സഹായിച്ചതെന്ന് ഗോപകുമാർ പറഞ്ഞു. സഫ ജ്വല്ലറിയുടെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാണ്. ഞങ്ങൾ കാമ്പറത്ത് പോയി വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വരികയായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കയ്യിൽ സാധനം കാണാനില്ല. പിന്നെ തിരിച്ച് അവിടെ പോയി തിരയുകയും പുഴയിൽ ഇറങ്ങി തിരയുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊന്നും കണ്ടിട്ടില്ല. എല്ലാ കുട്ടികളോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മളെ മിഥുനോടും. ആഭരണം തിരിച്ചു കിട്ടാൻ കാരണമായ 5 വിദ്യാർത്ഥികൾക്കും വാച്ച് നൽകി ഗോപകുമാർ സന്തോഷം പങ്കുവച്ചു. 2023 25,200 രൂപയ്ക്ക് സഫ ജ്വല്ലറിയിൽ നിന്നുമാണ് ബ്രേസ്ലെറ്റ് വാങ്ങിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മണ്ണാർക്കാട് നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി ടൗണിൽ ബോധവൽക്കരണ റാലിയും നടത്തി. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷ കെ സജ്ന ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാതല പരിപാടി മണ്ണാർക്കാട് സംഘടിപ്പിച്ചത്. വ്യക്തി ശുചിത്വത്തോടൊപ്പം നാടും വൃത്തിയാക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷ കെ സജ്ന പറഞ്ഞു. ഇന്ന് ഈ 16-ാം തീയതി ഡെങ്കി ഡേ ആചരിക്കുന്നതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എത്രത്തോളം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അത് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ വ്യക്തി ശുചിത്വം, ആരോഗ്യം എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് വ്യക്തി ശുചിത്വമാണ്. ഈ വ്യക്തി ശുചിത്വം മാത്രം കഴിഞ്ഞാൽ നമ്മൾക്ക് മാത്രം മതി ആരോഗ്യം. നമ്മുടെ ആരോഗ്യമായിട്ട് മാത്രം എല്ലാം ശരിയാവോ? ഇല്ല. നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും ഒക്കെ കൂടിച്ചേർന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ശുചിത്വത്തിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഒരു സമൂഹം നല്ല ആരോഗ്യപൂർണ്ണമാകുന്നത്. അല്ലാതെ നമ്മുടെ സ്വന്തം വ്യക്തി ശുചിത്വത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ആരോഗ്യമെന്ന് എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ്. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജ്യോതി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീലാദേവി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, നഗരസഭാ ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുദ്ദീൻ പൊന്നങ്കോട്, കൗൺസിലർ പി ഖദീജ, ഡെപ്യൂട്ടി DMO കാവ്യ കരുണാകരൻ, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മരിയ ജോസഫ്, മണ്ണാർക്കാട് നഗരസഭ CCM M മുഹമ്മദ് ഇക്ബാൽ, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ S സയന, PV സാജൻ, റജീന രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ടൗണിലൂടെ ബോധവൽക്കരണ റാലിയും നടത്തി. മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമെത്തിയതോടെ ഒറ്റപ്പാലം മീറ്റ്ന തടയണ നിറഞ്ഞു. സംഭരണശേഷിക്ക് മുകളിലാണ് നിലവിൽ ജലനിരപ്പ്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ശുദ്ധജല പദ്ധതികൾ പ്രതിസന്ധിയിലായതിനു പിന്നാലെയാണ് ഡാം തുറന്നത്. ഇതോടെ ഒറ്റപ്പാലം അമ്പലപ്പാറ സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ നിറഞ്ഞു കവിഞ്ഞു. നിലവിൽ തടയണയ്ക്ക് മുകളിലൂടെയാണ് ഒഴുക്ക്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ തടയണയിലെ 26 ഷട്ടറുകളും അടച്ചിരുന്നു. ഏപ്രിൽ അവസാനത്തോടെ ജലനിരപ്പ് അല്പം താഴ്ന്നതിന് പിന്നാലെയാണ് ഡാം തുറന്നത്. ഇതിനിടെ ചില ദിവസങ്ങളിൽ വേനൽ മഴ കൂടി ലഭിച്ചതോടെ തടയണ നിറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലുമായി ഏകദേശം 20,000-ലേറെ ഉപഭോക്താക്കളാണ് മീറ്റ്ന തടയണയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ വരൾച്ച സമാനമായ സാഹചര്യം നേരിടുന്ന സമീപത്തെ ചില പഞ്ചായത്തുകളിലേക്ക് ദിവസവും ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. അതേസമയം ജലവിതരണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഉപയോക്താക്കൾക്ക് തലവേദനയാണ്. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ പ്രധാന തോടുകളിലെ ഒഴുക്ക് തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള ശുചീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോടുകൾ ആഴം കൂട്ടി ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്.
കണ്ണിയംപുറം, പനമണ്ണ, കാഞ്ഞിരക്കടവ്, കിഴക്കേക്കാട് ഭാഗങ്ങളിലെ തോടുകളിലാണ് ഇപ്പോൾ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് മണ്ണും മരങ്ങളും നീക്കം ചെയ്യുന്ന ജോലികൾ ഊർജിതമായി നടക്കുന്നത്. തോടുകളിലേക്ക് അപകടകരമായ രീതിയിൽ ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലും നേരിയ മഴയിൽ പോലും വെള്ളപ്പൊക്ക ഭീതിയിലായിരുന്ന നഗരവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ നടക്കുന്ന ദ്രുതഗതിയിലുള്ള പ്രവൃത്തികൾ നൽകുന്നത്. മുൻവർഷങ്ങളിൽ തോടുകൾ കരകവിഞ്ഞതിനെ തുടർന്ന് ശാന്തിനഗർ, തെന്നടി ബസാർ, ശ്രീറാം നഗർ, വിനായക നഗർ, ഗാന്ധിനഗർ, ഈസ്റ്റ് ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുകയും അഗ്നിരക്ഷാസേനയും സന്നദ്ധ സംഘടനകളും ചേർന്ന് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടിയും വന്നിരുന്നു. മരങ്ങൾ വീണും മണ്ണടിഞ്ഞും ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് മുൻവർഷങ്ങളിൽ തോടുകൾ കരകവിയാൻ കാരണമായതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തവണ മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ നഗരസഭ ശുചീകരണ പ്രവൃത്തികളിലേക്ക് കടന്നത്. തോട് മണ്ണ് വന്ന് കുമിഞ്ഞുകൂടി കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പരിസരങ്ങളെ വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമില്ലാതെ പരിസരങ്ങളിലെ വീടുകളിലൊക്കെ വർഷങ്ങളായി 3 തവണയോളം വെള്ളം കയറുന്ന വളരെ പ്രയാസമുള്ള അവസ്ഥയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായത്. അതിനെല്ലാം മാറ്റമുണ്ടായ രീതിയിലാണ് ഇത്തവണ തോടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ തോട് പൂർണ്ണ സ്ഥിതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. തോടുകൾ ശുചീകരിക്കുന്നതിന് പുറമെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കണ്ണിയംപുറം മുതൽ പാലപ്പുറം വരെയുള്ള പ്രദേശങ്ങളിലെ പാതയോരങ്ങളിലെ ഓടകളും ചാലുകളും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. തോടുകളിലെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുമ്പോഴും തോടുകളുടെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പ്രദേശം ശാശ്വതമായി സുരക്ഷിതമാക്കണമെന്ന തങ്ങളുടെ ദീർഘകാല ആവശ്യം കൂടി അധികൃതർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. പഠനോപകരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 50% കിഴിവിൽ ലഭ്യമാക്കി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു. അലനല്ലൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം ആരംഭിച്ച മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും സ്കൂൾ ഉപകരണങ്ങൾക്ക് വില കുത്തനെ കൂടിയ സാഹചര്യത്തിലാണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ എല്ലാ വർഷവും ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാർക്കറ്റ് ആരംഭിക്കാറ്. ഇത്തവണ 50% എല്ലാ ഉപകരണങ്ങൾക്കും കിഴിവ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അലനല്ലൂർ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിലവർധനവ് ബാധിക്കാതെ സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാ ഉപകരണങ്ങളും ലഭിക്കണമെന്നാണ് ബാങ്കിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ ഒരു സമയത്ത് വില നിലവാരത്തിലും വളരെയധികം പ്രയാസാനുഭവപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമായ രീതിയിലാണ് ഈ ഇടപെടൽ നടത്തുന്നത്. സഹകരണ മേഖലയ്ക്കും അതുപോലെ തന്നെ ഈ ഇടപാടുകാർക്കും എല്ലാം അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും പ്രവർത്തിച്ച് ഈ ഒരു സ്കൂൾ മാർക്കറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. പെൻസിൽ, പേന, ബാഗ്, കുട തുടങ്ങി എല്ലാ ഉപകരണങ്ങളും മാർക്കറ്റിലുണ്ട്. എല്ലാത്തിനും വില നിയന്ത്രണം ബാധകമാണ്. നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായ വിവിധ സഹായങ്ങൾ നൽകുന്ന പദ്ധതികൾക്കും ബാങ്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് സെക്രട്ടറി P. ശ്രീനിവാസൻ പറഞ്ഞു. കൺസ്യൂമർ ഫണ്ടിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ജില്ലയ്ക്കകത്ത് നടത്തുന്ന ഒരു പുസ്തക ചന്തയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിലയേക്കാൾ ഒരു 50% വില കുറച്ചുകൊണ്ട് നമുക്കിത് കുട്ടികൾക്ക് ലഭ്യമാക്കാനാകും. മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾക്ക്, നിർധനരായ കുട്ടികൾക്ക് ഉൾപ്പെടെ സഹായം നൽകുന്ന രൂപത്തിലുള്ള പദ്ധതികളും ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്ടർമാരായ M. രാജകൃഷ്ണൻ, V. ഉസ്മാൻ, M. ശ്രീധരൻ, ബ്രാഞ്ച് മാനേജർമാരായ V. അബ്ദുൾ സലീം, PV ഇന്ദിര, ജീവനക്കാരായ P. പ്രജീഷ്, P. നജീബ്, അമീൻ മടത്തൊടി, P. സുരേഷ് ബാബു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 5 വരെ ചന്ത പ്രവർത്തിക്കും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സൂര്യയോഗ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് വെച്ച് നടന്ന സൂര്യയാഗം ഭക്തിസാന്ദ്രമായി. ലോക സമാധാനവും ഐശ്വര്യവും ലക്ഷ്യമിട്ട് നടത്തിയ ആത്മീയ സദസ്സിന് സൂര്യയോഗ പ്രവാചകൻ സൂര്യാജി നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 7-ന് സൂര്യഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്.
സൂര്യകാലടി ജയൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ മുൻ മേൽശാന്തി തീയന്നൂർ മനയ്ക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് എന്നിവർക്കൊപ്പം പ്രമുഖ തന്ത്രിമാരും കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രാവിലെ 9-ന് 1000-ഓളം അമ്മമാർ പങ്കെടുക്കുന്ന ഭക്തിനിർഭരമായ നാരായണീയ പാരായണവും നടന്നു. തുടർന്ന് 10:30-ഓടെ ലോകസമാധാനവും ഐശ്വര്യവും ലക്ഷ്യമിട്ട് നടത്തുന്ന സൂര്യയാഗം നടന്നു. ആത്മീയ സദസ്സിന് സൂര്യയോഗ പ്രവാചകൻ സൂര്യാജി നേതൃത്വം നൽകി. വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും തുടർന്ന് ഭക്തിഗാനമേളയും ഉണ്ടായി. 100 കണക്കിന് ഭക്തരാണ് യാഗശാലയിൽ എത്തിയത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പെരിന്തൽമണ്ണ ഒടമല മക്കാമിലെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനമായി. മൗലീദ് പാരായണത്തിന് ശേഷം നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കുകൊണ്ടു. ഒടമല മക്കാമിലെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് 4 ദിവസങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച നടന്ന അഖില കേരള ഖവാലി മത്സരം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 13 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടന്ന ദിക്ർ ദുആ സമ്മേളനം മഹല്ല് മുദരിസ് ഷെരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ഇമ്പിച്ചുകോയ തങ്ങൾ കൊടക്കാട് പ്രാർത്ഥനാ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ശനിയാഴ്ച നടന്ന മഹല് വനിതാ സംഗമവും ഹിമായ സന്നദ്ധാനവും സുൽഫത്ത് ബീവി പാണക്കാട് ഉദ്ഘാടനം ചെയ്തു. ഹിമായ കോഴ്സ് പൂർത്തിയാക്കിയ 35ഓളം വനിതകൾക്കുള്ള സന്നദ്ധാനവും സുൽഫത്ത് ബീവി നിർവഹിച്ചു. സുഫൈന വഫിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാഫിളത്ത് സയ്യിദ, ഷിഫ്ന ഫാദില, റുക്കിയ ടീച്ചർ ഒളവട്ടൂർ എന്നിവർ വിഷയാവതരണം നടത്തി. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന മൗലിദ് പാരായണത്തിന് ഹബീബുള്ള തങ്ങൾ അരക്കുപറമ്പ് നേതൃത്വം നൽകി. മഹല്ല് മുദരീസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ ദാരിമി, മുഹമ്മദ് അലി ഫൈസി ചെത്തല്ലൂർ, മുസ്തഫ ബാഗവി, OK മൗലവി ആനമങ്ങാട്, അബ്ദുഹാജി മംഗലശ്ശേരി, അബ്ബാസ് അൻവരി, ഷറഫുദ്ദീൻ ഫൈസി, റസാഖ് ഫൈസി പരിയാപുരം, CK മുഹമ്മദ് ഹാജി, ഷമീർ ഫൈസി ഒടമല, അഷ്റഫ് മൗലവി, ഹമീദ് ഹാജി, ഫവാസ് ഹുദവി, ജലീൽ ഹുദവി, ഷൗക്കത്ത് അലി മദനി, എരൈമംഗലം, KK യൂസഫ്, അലി കണ്ണാടി, V ബഷീർ, PK അഷ്റഫ്, KT ബഷീർ, സത്താർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മൗലിദ് പാരായണത്തെ തുടർന്ന് നടന്ന അന്നദാനത്തിൽ നാനാ ദിക്കുകളിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കാനെത്തി. പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന സപ്താഹയജ്ഞവും സംഗീതോത്സവവും സമാപിച്ചു. യജ്ഞത്തോടനുബന്ധിച്ച് വിവിധ ആത്മീയ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് യജ്ഞത്തിൽ പങ്കാളികളാവാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പെരുമാങ്ങോട് വിഷ്ണു വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞവും ശാസ്താവിന്റെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പെരുമാങ്ങോട് സംഗീതോത്സവവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മെയ് 8 വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചത്. സമാപനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പിന്നൽ തിരുവാതിര ശ്രദ്ധേയമായി. പ്രതിഷ്ഠാ ദിനമായ ശനിയാഴ്ച ഉഷപൂജ, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സംഗീതോത്സവത്തിലെ പഞ്ചരത്ന കീർത്തനാലാപനം ഏറെ ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ് ഭക്തജനങ്ങൾക്ക് സമ്മാനിച്ചത്. വൈകിട്ട് പ്രശസ്ത കലാകാരന്മാർ അണിനിരുന്ന കീചകവധം കഥകളി അരങ്ങേറി. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രസാദമൂട്ടും ഒരുക്കിയിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവിഴാംകുന്ന് യൂണിറ്റ് ദ്വിവാർഷിക ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പും തിരുവിഴാംകുന്ന് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു. വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളും കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിക്കുന്ന വി ലൈഫ് പദ്ധതിയും യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഹംസ, ജനറൽ സെക്രട്ടറി റഷീദ് പരുത്തിയിൽ, ട്രഷറർ മുഹമ്മദ് കണക്കഞ്ചേരി എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ബാബു മൈക്രോടെക്, ജയശങ്കർ കൊടക്കാട്, മനു എടത്തനാട്ടുകര, ഷംസു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. UDF സർക്കാരിൽ മുസ്ലിം ലീഗിന് അനുവദിച്ച 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ച സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ നിന്നും 2.5 വർഷം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മണ്ണാർക്കാടിന്റെ വികസന നായകൻ ഇനി മന്ത്രി. N. ഷംസുദ്ദീന്റെ മന്ത്രി പദവിയിൽ മനം നിറഞ്ഞ നാടും നാട്ടുകാരും. തിരുവിഴാംകുന്ന് മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം, കൃഷിനാശവും വ്യാപകം, ഭീതിയൊഴിയാതെ നാട്ടുകാർ. ഇന്ധനവില വർധനവിനെതിരെ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി പ്രവർത്തകർ. നാടിനഭിമാനമായി 5 വിദ്യാർത്ഥികൾ. വീണ് കിട്ടിയ സ്വർണ്ണാഭരണം ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ ഉടമയെ തിരികെ ഏൽപ്പിച്ച് വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.